അഭിനന്ദന പ്രവാഹം എങ്ങനെ അറിഞ്ഞു, എങ്ങനെ കേട്ടു, എങ്ങനെ ആസ്വദിച്ചു? ഒട്ടും ഐഡിയ ഇല്ലായിരുന്നു. അതായത് ഒരു ക്ലൂ പോലും ഇല്ലായിരുന്നു എന്ന് പറയണായിരിക്കും ശരി. കാരണം ജൂറിക്ക് സിനിമ അയച്ചിട്ടുണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ അറിഞ്ഞിട്ടില്ല. സോ ഇത്രയേ ഉള്ളായിരുന്നു. വിനായകൻ ചേട്ടന് അവാർഡ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളായിരുന്നു. അങ്ങനെ ആ സമയത്ത് അന്ന് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ആ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രേഷ ഫൈനൽ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്ത് ലിസ്റ്റ് ആയിട്ടാ? അപ്പോൾ ഒരു രേഷ സ്റ്റേറ്റ് അവാർഡിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്നെ എന്തോ പറ്റിക്കുകയാണ്, ഈ ഉലുമൽ തരികട എന്തോ പ്രോഗ്രാം എന്ന് വിചാരിച്ചിട്ട് അവരൊരു ഒന്ന് ചാനലിൽ വരാം, ലൈവിലിരിക്കാം. ഞാൻ പറഞ്ഞേട്ടാ ഞാൻ വരില്ല, ഒരു രക്ഷയില്ല, ഞാൻ വരാൻ പോകുന്നില്ല, ശശിയാവ എന്നെ കൊണ്ട് വയ്യ. അപ്പൊ പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, രേഷ അവിടെ വന്ന് ഇരുന്നാൽ മതി, കിട്ടിയാൽ മാത്രമേ നമ്മൾ ലൈവ് പോവുള്ളൂ എന്ന് അവരെനിക്ക് ഉറപ്പ് വന്നു. ഇപ്പൊ റെപ്യൂട്ടഡ് ചാനൽ എനിക്ക് ഓൾറെഡി അവരെ അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ പോയി, ഞാൻ ഇരുന്ന് അപ്പം ബാലൻ സർ മിനിസ്റ്റർ അനൗൺസ് ചെയ്ത് തുടങ്ങി. വിനായകൻ ചേട്ടന് പറഞ്ഞപ്പം എല്ലാവരും ചാടി, ഞാനും ചാടി, ഫുൾ കയ്യടി. പക്ഷെ പുള്ളി ശ്വാസം പോലും എടുക്കാണ്ട് അടുത്തതും അനൗൺസ് ചെയ്തു. ലൈക്ക് ഒരു ഗ്യാപ്പ് വിടാണ്ട് പുള്ളി എൻ്റെതും അനൗൺസ് ചെയ്തു. അപ്പോൾ അത് രജിസ്റ്റർ ആവാൻ ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് പോയി. അപ്പോൾ അച്ഛനും അമ്മ അനിയത്തി ഞാനും ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുന്നു, ഉത്സാഹവും അതും ഇതൊക്കെ. ഞാനും അച്ഛനും അമ്മയും അഞ്ചും ഇങ്ങനെ ചിരിക്കണോ കരയണോ എന്ത് ചെയ്യണം എന്ന് പറയാണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഉള്ളിൽ തന്നെയായിരുന്നു അന്ന്. കാരണം നമ്മൾ അതാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ക്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. എന്താ ഞാൻ അറിയുന്ന പോലും ഇല്ല കരിക്കും വെള്ളം ലിസ്റ്റിലുണ്ടോന്നോ ഞാനുണ്ടെന്നോ. ഇവരെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. കിട്ടിയപ്പം അവിശ്വസനീയമായൊരു നേട്ടം. പിന്നെ അതിനുശേഷം മറ്റേ കോളും, എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിലേക്കാണ് പോയത്, അവിടെ ചാനൽസ്. അപ്പം അതൊന്ന് ഇരുന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. സാധാരണ അവാർഡുകൾ പോലെ അല്ലല്ലോ സംസ്ഥാന അവാർഡ്, അതൊരു കൊമേഴ്ഷ്യൽ അവാർഡ് അല്ലല്ലോ. ചരിത്രത്തിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്കറിയാം, അതും ആദ്യത്തെ സിനിമയിൽ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ചത്. അപ്പം അത് ഒരിക്കലും അവാർഡിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു റെക്കഗ്നീഷന് വേണ്ടിയിട്ടോ ഒന്നും അഭിനയിച്ചല്ലേ ചേച്ചി. എനിക്കെന്ന് പറഞ്ഞാൽ എന്നാലും എലി നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ എലി ഒരിക്കലും ഒരു സാധാരണ ഒരു പാറ്റേണിൽ ഒരു അവാർഡ് കിട്ടുന്ന ഒരു കഥാപാത്രമല്ല. സാധാരണ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ഇമോഷണൽ സീക്വൻസസിൽ പോകുന്ന അഭിനയത്തിനാണ് സാധാരണ അവാർഡ്സ് കൊടുക്കാറ്. അതുകൊണ്ടും കൂടിയായിരിക്കും ഞാൻ ഒരിക്കലും പിന്നെ ഇമോഷണൽ സെൻസിറ്റീവ് ഗേൾ അല്ലേ, എല്ലാ രീതിയിലുള്ള ഇമോഷൻസും. എൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, റഹ്മാനും നവീൻ ചേട്ടൻ, അതായത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എൻ്റെ അടുത്ത് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവർ പറഞ്ഞ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സിന് ഇമോഷൻ മാറുന്ന കുട്ടിയാണ് എലി എന്നതാണ്. അതായത് ഇപ്പൊ ദേഷ്യമാണെങ്കിൽ അടുത്ത മൊമെന്റിൽ അവർക്ക് സങ്കടം വരും. കോറാണ്. അതെ, മനസ്സിൽ വളരെയധികം പ്രണയം സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അതൊന്നും ആരും കാണിക്കുന്നില്ല എന്ന് മാത്രം. നമ്മളെല്ലാവരും ശാലീന കുലീനമായ കുട്ടികൾ, യുനോ അച്ഛനമ്മ പറയുന്ന ആ ഒരു റേഞ്ച് മാത്രമാണല്ലോ കാണിക്കുന്നത്. ഇന്നിപ്പോ സമൂഹത്തിൽ ശാലീനതയും കുലീനതയും കാൽനഖം കൊണ്ട് വരച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജനറേഷൻ മാറുമ്പോൾ നമ്മൾ മാറുന്നു. പക്ഷെ ഉള്ളിൽ പ്രണയം എന്നും ഉണ്ട് എല്ലാവരുടെയും. തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുന്നത് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അത്രയും എന്താ പറയണ്ടേ, പവിത്രമായ ഒരു സംഭവമാണ്. അത് ഓരോരുത്തർ ഓരോരോ പ്രായത്തിൽ അനുഭവിക്കുന്നു, ഓരോരോ താളങ്ങൾ പറയുന്ന പോലെ. തീർച്ചയായിട്ടും കവികൾ നമുക്ക് മുമ്പേ പാടി. പിന്നെ പ്രണയമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. ഏത് കലയുടെയും, എസ്പെഷ്യലി സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും എഴുത്താണെങ്കിലും കവിതയാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന തലം എന്ന് പറയുന്നത് പ്രണയം എന്ന വികാരമാണ് ജീവിതത്തിൽ പോലും. അതെ യെസ്.